ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ്. ഇത് എനിക്ക് പറയാനുള്ള എല്ലാവരും ഒന്ന് നിർത്താതെ സ്കിപ്പ് ചെയ്ത് ഇത് കേൾക്കണേ ഫുള്ള്. ഒരുപാട് എന്നെപ്പോലെ ഇപ്പോൾ ചാനൽ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വലിയ ചാനലൊന്നുമല്ലല്ലോ, ചെറിയ ചെറിയ ചാനലല്ലേ. അപ്പോൾ പറയാൻ തൊണ്ടവേദന, ഇവിടെ ഭയങ്കര തണുപ്പാണ്. വയനാടാണ് കേട്ടോ. ഞാൻ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പറയാനെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ചാനലിൽ ഒരു 1K സബ്സ്ക്രൈബ് ആവുന്നത് ഞാൻ ഒരിക്കലും എനിക്കങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചു നമ്മളൊക്കെയുള്ള ആരും സബ്സ്ക്രൈബ് ചെയ്യാനോ ആവുമൊന്നുമില്ലായിരിക്കും, അങ്ങനെയുള്ളൊരു ചിന്തയാണ് എനിക്കുണ്ടായത്. പക്ഷേ ഇന്നലെ 1K ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ പറയാൻ എന്താ പറയുക, ഊണും ഉറക്കമില്ലാണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ 1K ആകുന്നതിന് മുമ്പുള്ള എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അതിപ്പോൾ ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. കാരണം ഇത് ആയോ എത്രയായി, 100, 200, 300 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിങ്ങനെ എണ്ണി നോക്കും. പക്ഷേ എനിക്കിതിൽ മനസ്സിലായ ഒറ്റൊരു കാര്യമുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കഴിക്കേ ബിസ്ക്കറ്റ്. അപ്പോൾ എനിക്ക് ഇതിൽ മനസ്സിലായ ഒറ്റൊരു കാര്യമുള്ളൂ. എന്താ വെച്ചാൽ ഈ 1K സബ്സ്ക്രൈബ്, 4000 നമ്മളെ വാച്ച് ടൈം, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്, അങ്ങനെ എനിക്ക് തോന്നുന്നു മൂന്നും കൂടി ഒരുമിച്ച് ഒരാൾക്ക് അങ്ങനെ ഒരാക്കിയെടുക്കാൻ ആവൂല. അതെനിക്കാവൂല എന്ന് ഉറപ്പാണ്. ഇപ്പം എന്നെപ്പോലെ ചെറിയ അതും ഇതൊക്കെ വീഡിയോ ഇടുന്നവർക്ക് കേട്ടോ. പിന്നെ വലിയ കണ്ടൻറ്റും നല്ല കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആവാൻ സാധ്യത ഉണ്ട്. അല്ലാതെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരിക്കലും ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ആക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പം എനിക്കിതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം സബ്സ്ക്രൈബ് ഒരു 1000 സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ നമ്മൾ എന്താക്കുക, ഞാനിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്, പിന്നെ കുറച്ച് വ്യൂസ് ആക്കുക, പിന്നെ എനിക്ക് വാച്ച് ടൈം ആക്കിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം ലോങ് വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ലോങ് വീഡിയോ പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ അങ്ങനെയൊക്കെ കുറച്ചായിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള എൻ്റെ ഓരോ അഭിപ്രായങ്ങളാണ് കേട്ടോ. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇതറിയാമല്ലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വ്യൂസ് കയറും. പിന്നെ അവർക്ക് കമൻറ്റുകൾ തന്നെ കുറേ കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഒരു വീഡിയോ നമ്മൾ എടുത്ത് നോക്കുന്നത് അതിന് എത്ര കമൻറ്റ് ഉണ്ടെന്നായിരിക്കും ഞാൻ അങ്ങനെയാണ് നോക്കിയത്. എല്ലാവരും വീഡിയോസും ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്ന കാലത്തെടുത്തോളം ഞാൻ നോക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ വീഡിയോ ഉണ്ടെങ്കിൽ അത് ഫുള്ള് കണ്ടതിന് ശേഷം നമ്മൾ കമൻറ്റ് നോക്കില്ല. നമ്മളെന്താ പരിപാടി ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിലായിരുന്നു ഫസ്റ്റ് ഞാൻ കമൻറ്റുകൾ മൊത്തം വായിക്കും. എനിക്ക് കമൻറ്റ് എന്തെങ്കിലും എഴുതി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ഇടലുണ്ട് കേട്ടോ. അത് ന്യൂസ് ചാനലാവട്ടെ, ഇനി റിയാക്ഷൻ വീഡിയോ എന്തിനാവട്ടെ, എത്ര വലിയ ചാനലുകൾ, എനിക്ക് എപ്പോഴും എന്താണോ തോന്നുന്നത് അപ്പം ഞാനത് കമൻറ്റ് ഇടലുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ ഇടലുണ്ട്. അപ്പോൾ പറയാൻ നമുക്കൊരിക്കലും, ഞാൻ ഇപ്പോൾ പുതിയതായിട്ടുള്ളവരോട് പറയുന്നത്, ഒരിക്കലും എല്ലാം കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവില്ല, നമുക്കങ്ങനെ ആക്കിയെടുക്കാൻ. അപ്പോൾ ഇതുണ്ടോ രാവിലെ തന്നെ ചെയ്യുന്ന പരിപാടി. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഓരോന്ന് സ്റ്റെപ്പായിട്ട് കൊണ്ടുവരാനേ കഴിയുള്ളൂ. ഇപ്പം ഞാൻ എന്താണെന്ന് വിചാരിക്കുന്നത്, എനിക്കിപ്പോൾ 7 ലക്ഷത്തിലുള്ള വ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കും അതൊരു 10 ലക്ഷമെങ്കിലും ആക്കിയെടുക്കണം. എന്നതിന് ശേഷം ടൈമിങ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഉറങ്ങി അങ്ങനെയാണ് പോകുന്നത്, ടൈമിങ് പോകുന്നത്. അത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കഷ്ടമാണത്. പിന്നെ പറയണ അതന്നെ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ ഓരോ ന്യൂസ് കാണുന്നത്, ന്യൂസ് എന്നല്ല, ഓരോ ചാനലിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട് ഒരു യൂട്യൂബർ തന്നെ, അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ, ആളെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ടായി, ഇപ്പോൾ ഭയങ്കര വേഗമൊന്നും ഇത് മോണിറ്റൈസേഷൻ ആവുന്നില്ല, കോപ്പിറൈറ്റ്, അങ്ങനെ കോപ്പി എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് ഞാൻ എന്താണെന്നറിയാം, യൂട്യൂബിൽ കയറിയിട്ട് സെർച്ചാക്കി ഞാൻ നോക്കും ഇതെന്തോ സംഭവം എന്നുള്ളത്.
എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് ഇറങ്ങുന്നേ അല്ലല്ലോ, നമുക്കിതൊന്നും അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ സാധാ ഒരു ചാനൽ ഐ ഡി പ്രൂഫെല്ലാം വെച്ച് വെരിഫിക്കേഷനൊക്കെ ചെയ്ത് നമ്മൾ ചാനലാക്കിയപ്പോൾ ഇതിന് ABCD ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതറിയില്ല. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നാട്ടുകാർ കളിയാക്കലാണ് സഹിക്കാൻ പറ്റാത്തത്. നാട്ടുകാർ കളിയാക്കൽ, അയ്യോ പൂച്ച മാന്ത, നാട്ടുകാർ കളിയാക്കൽ കുറേ ഉണ്ടാവും കേട്ടോ. നമ്മളതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട മക്കളെ. അത് കാര്യമാക്കാൻ നിന്നാണ്ടല്ലോ നമ്മൾ വിചാരിക്കും, ഇവക്ക് വേറെ പണിയൊന്നുമില്ല, ഇവൾക്ക് വീട്ടിലിരുന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ഇവക്ക് വീട്ടിലിരുന്ന് പിന്നെ വീഡിയോ ചെയ്തിങ്ങനെ ഇട്ടാൽ മതി, വേറൊന്നും അറിയണ്ടല്ലോ, പണിക്കും പോകണ്ട, ഒന്നും ചെയ്യണ്ട. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല, എൻ്റെ ഇടയിലും ഇപ്പം എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്നവരെ മുക്കാലും കളിയാക്കലുണ്ടാവും. പ്രത്യേകിച്ച് സൗന്ദര്യക്കുറവുള്ളവർ. ഞാൻ എടുത്ത് പറയണേ, സൗന്ദര്യം കുറച്ച് തൊലി വെളുപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ആ തൊലി വെളുപ്പം എന്ന് പറയാനില്ലേ, നമ്മൾ ഫിൽറ്റർ ഇട്ടിട്ട്, എനിക്ക് ഫിൽറ്റർ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നു, ഞാനങ്ങനെ ഫിൽറ്റർ ഇട്ടിട്ട് വീഡിയോ ചെയ്യലില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതൊക്കെ വെച്ചാൽ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യൽ. അപ്പം അങ്ങനെ നമ്മളിഷ്ടമുള്ളവർ, പിന്നെ എന്തൊക്കെ ഓരോരുത്തർ ഈ കറുപ്പ് കളറുള്ള ഞാൻ കറുപ്പാണ്, കറുപ്പ് കളറുള്ളവരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഓരോ കമൻറ്റുകൾ കാണും. ഞാൻ ഫേസ് കാണിക്കുന്നില്ല, ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നവരെ കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തോ ഒരു കറുപ്പാ, നീ ഒന്നും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ ഇതിൽ വെളുത്ത സുന്ദരികളെ ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ആ ചേച്ചിനെ, പിന്നെ ഒരു ചേച്ചിയായിരുന്നു അത്, എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമമായിപ്പോയി. കാരണം പിന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് അവർക്ക്. അപ്പം ഞാൻ പറയാം, എത്ര ജനങ്ങളെ കണ്ടിട്ടുണ്ടാവും ആ കമൻറ്റുകൾ. അപമാനം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ തളരാണ്ട് എന്താക്കണം, പിടിച്ച് നിൽക്കണം. നാട്ടുകാർ കളിയാക്കൽ അതുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. ഉള്ള കാര്യം പറയുന്നുണ്ട്, നാട്ടുകാർ കളിയാക്കലുണ്ട്. നാട്ടുകാർ കളിയാക്കട്ടെ, നാട്ടുകാർക്ക് ഇപ്പം എന്താ, കളിയാക്കിക്കോട്ടെ. അവർ കളിയാക്കൽ മതിയാകുമ്പോൾ അവർ നിർത്തും, അത്ര തന്നെ. അങ്ങനെ ഉണ്ടാൽ മതി. അവർക്ക് പിന്നെ കളിയാക്കി മതിയാകുമ്പോൾ അവർ നിർത്തുന്നു, വീണ്ടും വീണ്ടും നിർത്തുന്നു. ഇതിനങ്ങനെ കാണുന്നുണ്ടോ, അതിനെ വേറൊരു അർത്ഥത്തിൽ കാട്ടാം. പിന്നെ എനിക്ക് എന്താണെന്നുള്ള ഭയങ്കര സന്തോഷമായി. വിളക്കിയാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ മെയിലൊക്കെ വരുമ്പോൾ ഒരു പേടി തന്നെ. കാരണം പിന്നെ കുട്ടികളെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കൂടുതലും പിന്നെ ഇങ്ങനെ മെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനി കുട്ടികളെ വീഡിയോ നിർത്തി കളഞ്ഞാലോ. കുട്ടികളെ വീഡിയോ ഇനി വേണ്ടാന്ന് ഞാൻ തീർത്തും വിചാരിക്കുക. കുട്ടികളെ വീഡിയോ ഇടുന്നില്ല എന്നുള്ളത്. എന്തായാലും എല്ലാവരും ചാനൽ പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും ചാനൽ പോയാലില്ലേ നമ്മൾ തളരരുത്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി കരയുന്ന, ചാനലിൻ്റെ പേര് ഞാൻ വായിച്ചിരുന്നു, പക്ഷേ പെട്ടെന്ന് കുട്ടി ഫോൺ വാങ്ങിയപ്പോൾ അത് പിന്നെ ബാക്ക് ഇതായിപ്പോയി, അടിഞ്ഞു പോയി. പിന്നെ എനിക്കത് എടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരയുക. എനിക്ക് തോന്നുന്നത് മോണിറ്റൈസിങ് ആയിട്ട് ഉള്ള ചാനലാണോ നഷ്ടപ്പെട്ടു പോയെന്നൊരു സംശയം എനിക്ക് തോന്നുന്നത്. കാരണം മോണിറ്റൈസിങ് ആകാത്തൊരു ചാനലാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ ലക്ഷക്കണക്കിന് പിന്നെ സബ്സ്ക്രൈബ് ഉണ്ടാവുമായിരിക്കും, അതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. നമുക്കൊന്ന് പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട കേട്ടോ മക്കളെ. പൈസ കൊടുത്ത് നിന്നാലുണ്ടല്ലോ പണി പുറകിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ആക്കുന്നവരുണ്ട്. അത് നമുക്ക് പരസ്യത്തിൻ്റെ ഇത് കണ്ടാൽ അറിയാലോ. ചില പിന്നെ എന്താ യൂട്യൂബ് സർവീസ് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ വീഡിയോ ചെയ്യുന്നതാണ്. പൈസ കൊടുത്താൽ നമ്മൾ കുറച്ച് പൈസ എമൗണ്ടെല്ലാം കൊടുത്താൽ അവർ സബ് കൂട്ടിത്തരും, വ്യൂസ് കൂട്ടിത്തരും, വാച്ച് ടൈം, ഇതൊക്കെ ചെയ്യാം. എൻ്റെ മക്കളെ 8ൻ്റെ പണി പുറകിൽ വരും. അപ്പോൾ പിന്നെ പൈസ ഉണ്ടാവില്ല, ചാനലും ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാണ്, എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഇളകുന്നത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ കൈ പിടിച്ചിട്ട് കേട്ടോ, ഫോൺ കൈ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. ഫോണിന് ക്ലിയറും കുറവായിരിക്കും. ഫോണിന് ക്ലിയർ ഉണ്ട്, പക്ഷേ ഈ അകത്ത് ലൈറ്റിൻ്റെ പ്രശ്നം. അത് ഞാൻ പുറത്തിരുന്ന് വീഡിയോ ചെയ്യില്ല. റോഡിൻ്റെ സൈഡാണ് ഇവിടെ. അത് കാരണം എനിക്ക് റോഡ് തൊട്ടിങ്ങനെ മുറ്റത്തിനോട് ചേർന്ന റോഡാണ്, ബസ്സൊക്കെ പോകുന്ന റോഡ്, ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു നാണക്കേടാണ് പുറത്തിരുന്ന് വീഡിയോ ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും പിന്നെ സബ്സ്ക്രൈബ് ആകുന്നവരെ എല്ലാവരും ഇത് ചാനൽ മതി, എനിക്ക് മതി, എന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. മതി, എന്നെ കൊണ്ടാവില്ല ഇതിനൊന്നും, ഇതാവുന്നുമില്ല അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ വിചാരിക്കുക വേണ്ട, നമുക്കാവും. എന്നെ ഹെൽപ്പ് ചെയ്തോലൊക്കെ എനിക്ക് കമൻറ്റ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യൂ കേട്ടോ, ഞാൻ ചെയ്യാതിരിക്കില്ല.